സംഘടനയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊച്ചു കൂട്ടുകാരിൽ അടങ്ങിക്കിടക്കുന്ന ജന്മസിദ്ധമായിട്ടുള്ള പല കഴിവുകളും അവരുടെ ഉള്ളിലുണ്ട്. അതിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വേദി ഉണ്ടാക്കുക. കാരണം എല്ലാ കുട്ടികളിലും കഴിവുകളുണ്ട്. ആ കഴിവുകളെ വെളിച്ചത്ത് കൊണ്ടുവന്ന് നമുക്ക് നല്ലൊരു വ്യക്തിയായി മാറുന്നതിന് എന്താ പറയുക, മണലിൽ കുഴിക്കും തോറും വെള്ളം ഊറി വരും എന്ന് പറഞ്ഞതുപോലെ അറിവിൻ്റെ അടുത്തേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാഠശാലയാണ് നമ്മളുടെ നന്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തിക്കുന്ന ബാലകേരളം. ഞാൻ എൻ്റെ കൊച്ചു കൂട്ടുകാർ സംഗീതം, നൃത്തം, അത് 4 സെക്ഷനായിട്ട് തിരിക്കും. ഈ 4 സെക്ഷനിൽ ഞാൻ വീണ്ടും പറയുന്നു 2 മണിക്കൂറോ 3 മണിക്കൂറോ ക്ലാസ് എടുത്തിരിക്കും. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്നു, അംഗീകരിക്കണം കേട്ടോ. ഇതിൽ ആരൊക്കെ വീട്ടിൽ നിന്ന് പേപ്പർ ക്ലാസ് കൊണ്ടുവരുന്നത്? പേപ്പർ കൊണ്ടുവന്നത് അറിയില്ല. എന്തെങ്കിലും പറഞ്ഞു തന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് കൊണ്ടുപോകണം. മൊബൈൽ ഉപയോഗിക്കുന്നത് സ്വന്തമായി മൊബൈൽ അർത്ഥമല്ല ഞാൻ ചോദിക്കുന്നത്. ആ വീട്ടിൽ അച്ഛൻ്റെ ഉണ്ടാവും, അമ്മയുടെ ഉണ്ടാവും, ചേട്ടന്മാരിക്ക് ഉണ്ടാവും അല്ലേ? അത് ഉപയോഗിക്കാത്തവരാണ് അവർ കൈ കൊടുക്കും. അപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രധാന ഘടകമായി മാറുന്നത് ഭക്ഷണം കഴിച്ചതിനും കുഴപ്പമില്ല, മൊബൈൽ കഴിക്കണം. കുഴിമന്തി കിട്ടിയതിനും കുഴപ്പമില്ല, മൊബൈൽ കഴിക്കണം. ഇത് വളരെ അപകടമായ അവസ്ഥയാണ്. എന്തിനാണ് നിങ്ങൾക്ക് മൊബൈൽ? ആ ഓൺലൈൻ ക്ലാസ്സാണ് നിങ്ങളൊക്കെ ഇപ്പോൾ മോശക്കാരാക്കിയത്. അത് വേണ്ട. നിങ്ങളിത് വാശി പിടിച്ചു മനുഷ്യൻ അച്ഛനമ്മമാര് വില കൂടി മൊബൈൽ പിടിച്ചു അല്ലേ? വില കൂടിയ ഡ്രസ് വാങ്ങിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വില കൂടിയ എന്റെ അടുത്തിരിക്കുന്ന കുട്ടി കൊണ്ടിരിക്കുന്നത് 800 രൂപയുടെ ബാഗാണ്. എനിക്ക് അതേപോലെ ബാഗ് വേണം അമ്മേ. ഈ അമ്മയുടെ അടുത്ത് പറയുമ്പോ അമ്മ അച്ഛനോട് പറയണം, അച്ഛനങ്ങനെ വരുമാനമില്ലെങ്കിലോ എന്താ അവസ്ഥ? വിദ്യാർത്ഥികളും അല്ലാത്ത കുഞ്ഞു കുട്ടികളെയും അടക്കമുള്ള ഈ ബാലവേദി ബാലഅരം. അപ്പൊ ഇതുകൊണ്ട് നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാപരിപാടിയുമായി അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകളിലും അല്ലാതെ നമ്മൾ അഭ്യസിക്കുന്ന കലയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ കലാ അരങ്ങിൽ നിങ്ങൾക്ക് ചോദിക്കുകയും ഞങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. നാളുകളിലും ഈ നന്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലാ അരങ്ങുകളിലെ കുട്ടികൾക്ക് വിപുലമായ രീതിയിലുള്ള ക്യാമ്പുകൾ ഞങ്ങൾ നടത്തുന്നതാണ്. അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള ഈ കലാ അരങ്ങിന് എല്ലാവിധ ആശംസകളും ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ഇരിക്കുകയാണ്. കാരണം ഇവരൊക്കെ സംസാരിച്ചപ്പോൾ ഇവരിൽ നിന്നൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ കുഞ്ഞുങ്ങളെയും മുഖത്ത് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാൻ അനുമതി നൽകിയ സംസ്ഥാന കമ്മിറ്റിക്ക് വളരെ കഷ്ടപ്പെട്ട് സാർ ഇന്നലെ തന്നെ പുറപ്പെട്ടതാണ്. ഇവിടെ എത്തിച്ചേർന്ന മനോഹർ സാറിന് എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിച്ചു. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഒരുപാട് കഷ്ടപ്പെട്ടാണ്, സാറിന് വേറെ ജോലിയുണ്ട്, അതിൽ നിന്നും ലീവ് എടുത്തുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി എത്തിച്ചേർന്ന് ഞങ്ങളെല്ലാം ഒപ്പം നിർത്തി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന
ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സാറ്, ശ്രീ സാറ്, നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി അറിയിച്ചോളൂ. ചിലപ്പോൾ പാടാൻ കഴിവില്ലായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് നൃത്തം ചെയ്യാൻ അറിയാൻ പാടില്ലായിരിക്കാം. നൃത്തം ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് ചിലപ്പോൾ വരയ്ക്കാൻ കഴിയാതിരിക്കും. പറ്റിയല്ലേ? സാധിക്കില്ല. ചില സാധിക്കും, പക്ഷെ അങ്ങനെ കഴിഞ്ഞ് ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. അപ്പോൾ ഓരോ മനുഷ്യരിലും വ്യത്യസ്തമായ രീതിയിൽ ഓരോ കലകളും നമ്മളുടെ മനസ്സിൽ, നമ്മുടെ തലച്ചോറിൽ അത് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരംഭത്തിൻ്റെ കഴിവുകളിലൂടെ, നമ്മുടെ കൈകളിലൂടെ അത് ആ പേനയുടെ തുമ്പത്ത് അത് ചിത്രീകരിക്കുകയാണ്. വീണ്ടും അത് പുനർജീവിക്കുകയാണ്. ആ പുനർജീവിക്കുമ്പോൾ നമ്മളത് വരയ്ക്കുന്നത് അത് ദൈവം നമുക്ക് തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് തരുന്ന അനുഗ്രഹമാണ്. അപ്പോൾ ആ അനുഗ്രഹം എന്ത് ചെയ്യണം? ദൈവം തരുന്ന അനുഗ്രഹം എന്ത് ചെയ്യണം? അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക്, നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക്, ഈ പ്രകൃതിയുടെ സംരക്ഷണത്തിന്. കലാകാരന്മാരെല്ലാവരും തന്നെ വലിയ ദുഷ്ടന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും അല്ല. കലാകാരന്മാരെ ലോക ഹൃദയമാണ്, നല്ല ഹൃദയം നന്മയുള്ളവരാണ്. ഒട്ടുമിക്ക ആളുകൾ ലോകത്ത് നടന്നിട്ടുള്ള രീതിയിലാണ് ആ രൂപം നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കലാകാരൻ അല്ലെങ്കിൽ ചിത്രകാരന് വേണ്ട ഏറ്റവും വലിയൊരു ഗുണം ഏതാണ്? നിരീക്ഷണം. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു വെറുതെ ഒരു ചതുരം കണ്ടു, ഇതാ, അതായത് അതിൻ്റെ രൂപത്തിന് വ്യത്യാസങ്ങളുണ്ടാവും. ആ ചതുരത്തിലുണ്ട് ഇതൊരു ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ആ ചതുരത്തിനൊരു മറുവശമുണ്ട് നമുക്ക് തോന്നിയല്ലേ? ഇല്ലേ? ഒരു മറുവശമുണ്ട് ആ ചതുരത്തിന്. അത് നമ്മളിങ്ങനെ കളർ കൊടുക്കുക. അത് ഇങ്ങനെ കളർ കൊടുക്കുമ്പോൾ ആ ചതുരം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും, അല്ലേ? ഈ ചതുരം ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ നിരീക്ഷണത്തിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു രൂപം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഇതുണ്ടാവണം. പിന്നെ നമ്മൾ ഓരോ രൂപങ്ങൾ കാണുമ്പോൾ ആ രൂപങ്ങൾക്കനുസൃതമായിട്ട് നമ്മൾ അതിൻ്റെ ഓരോ സംഭവം ഇത് നോക്കൂ. ഈ കാണുന്ന സാധനം എന്താ? കാ എന്നുള്ള അക്ഷരമല്ലേ? ഇതോ താ, ഇതോ ഇതൊന്ന് കൂട്ടി വായിച്ചേ. കതറ. ഈ കതറയ്ക്ക് നമ്മൾ ഒരു കണ്ണട കൊടുക്കും. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് തന്നെയാണ് തോന്നുന്നേ. ഇതിപ്പോ എന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക്? ഒരു മനുഷ്യനായില്ലേ? അപ്പൊ നമ്മുടെ ഒരു നിരീക്ഷണം, ഒരു ഭാവന എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഈ സംഭവം കൊണ്ട് ഈ കായ്ക്ക് ഇപ്പൊ കണ്ടു ഇതൊക്കെ അതെന്താ? തൊപ്പി. ഇത് കണ്ടു, ഒരു തൊപ്പിയും പാൻറ്റൊക്കെ ഇട്ട് വേണമെങ്കിൽ ആ അയാൾക്ക് വേണമെങ്കിൽ ഒരു തൈയൊക്കെ കൊടുത്ത് ഇതുണ്ടോ? ഇതായില്ലേ? അപ്പം എന്നിട്ട് പിന്നെ ആ സംഭവം ഇതുണ്ട്, ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ
ഒരു മനുഷ്യന് കതറ കതറ എന്ന് പറഞ്ഞ 3 അക്ഷരം കൊണ്ടൊരു മനുഷ്യനെ ഉണ്ടാക്കി. മനസ്സിലായോ? ഇനി ഞാൻ വേറെ സൂത്രം കാണിച്ചു തരാം. ഇതെന്താ? എന്താ? ഇണ്ട. ഈ ഇണ്ടയ്ക്ക് വേറെ സംഭവം ഉണ്ട്. ഇതിപ്പോ എന്നാ തോന്നുന്നേ? ഇതാണ് ഇണ്ടപ്പുഴു. എന്നതാ? ഇണ്ടപ്പുഴു. മനസ്സിലായോ? ഇണ്ടപ്പുഴു. ആ ഇണ്ടപ്പുഴു ഓർത്ത് നോക്കി. ഇത് സംഭവം ശരിയായില്ലേ? അപ്പോൾ നമ്മളെ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ആ സംഭവത്തിൽ നമ്മളുടെ നിരീക്ഷണത്തിലൂടെയാണ് അതിന് രൂപം കൊടുക്കുന്നത്. മനസ്സിലായോ? അതിനാ അപ്പോൾ മനസ്സിലായോ? എല്ലാവരും കായ എഴുതിക്കുക. കായ. ആ ഭായിക്ക് നമ്മളൊരു സംഗതി കൊടുക്കുക. ഇതെന്താ? അല്ല, ഭൂതം. മനസ്സിലായോ? ഭൂതം. നിങ്ങളൊരു പേപ്പറിൽ അത് വരച്ച് പിന്നെ വരച്ച് ഓരോരുത്തർ വരച്ച് തന്നെ മനുഷ്യനെ വരയ്ക്കാൻ പറ്റില്ല. അറിയോ? ഇതെന്താ തോന്നുന്നേ? പുരികം. ഇതോ? കണ്ണിൻ്റെ മേലത്തെ പോള, അതിൽ 2 കൃഷ്ണമണി. അപ്പോൾ മനസ്സിലായില്ലേ? ഇനി അവിടുന്ന് താഴേക്ക് ഇത് ഇങ്ങനെ ഒന്ന് വരച്ചേ. വരച്ചോ? ഇനി അതിൽ ഒരു നാ പോലെ ഇട്ടേക്കില്ലേ? ഇട്ടില്ലേ? ഇനി ഇത് കണ്ടോ? ഇനി ഇതിനൊരു പൊട്ട് കൊടുക്കാം. പൊട്ട് കൊടുത്തോ? ഇനി ഇങ്ങനെ 2 വരയിട്ടെ. അതിൻ്റെ മീതെ ഒരു വരകളിട്ടെ. കാണാവോ? ഇതെന്നാ സംഭവം? ഒരു ചേച്ചി. മനസ്സിലായോ? ഇനി വേറെ സംഭവം കാണിച്ചു തരാം. എല്ലാവരും വരച്ചോ? ഇനി മനസ്സിലായി. ഇതെന്താ ഈ നിങ്ങൾ പറയണേ? ഇതെന്താ സംഭവം? 6. ഇതോ? 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 10. ഇതോ? ഇപ്പം എന്നാ തോന്നുന്നത്? ഞാൻ പറഞ്ഞൊരു മനുഷ്യൻ്റെ മുഖന്തമായിട്ട് തോന്നുന്നില്ലല്ലോ, ഇല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ വന്നേ. അപ്പം ഇതിൻ്റെ ഓരോ ഘടകങ്ങൾ. അപ്പം ഈ 6 കണ്ടു കഴിഞ്ഞാൽ 6 മൂക്കിൻ്റെ ഷേപ്പില്ലേ? ഈ 11 മുറിമീശയുടെ ഷേപ്പില്ലേ? ഈ 2 വാ തുറന്നിരിക്കുന്നവർ തോന്നില്ലേ? ഈ 7 ചെവിയുടെ ഷേപ്പുണ്ട്. അപ്പം ഇതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യന് രൂപമായി. പിന്നെ ഇനി വേറെ രസകരമായൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു വീടാണേ.
ആ വീട്ടിൻ്റെ അപ്പൂപ്പൻ്റെ മുറിയാണ്. ഒരു അപ്പൂപ്പൻ. ഇവിടെ അമ്മൂമ്മയുടെ വലിയൊരു മുറി. ഇതവരുടെ അടുക്കള. ഇവിടെ ആ അടുക്കളയിൽ കുറച്ച് മീൻകറി ഇരിക്കുന്നു. മനസ്സിലായോ? എല്ലാവരും വരച്ച്. അപ്പൂപ്പൻ്റെ മുറി, അമ്മൂമ്മയുടെ മുറി, ഇതവരുടെ അടുക്കള. അപ്പം ഇവരുടെ ഈ അടുക്കളയിലെ ആ മേളിൽ ആ മുറിയിൽ ആ അടുക്കളയിലിരിക്കുന്ന കറി തിന്നാനായിട്ടൊരു 3 പൂച്ചകൾ ഇങ്ങനെ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുക. 3 പൂച്ചകൾ. അപ്പം ഇവിടെ അവർക്ക് വീടിന് കാവലായിട്ട് അവരിവിടെ 2 പട്ടിയെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഒരു 4 കള്ളന്മാരിങ്ങനെ ഈ വീട്ടിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുക. ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് മാറാൻ വേണ്ടി ഈ കള്ളന്മാർ 4 ഇങ്ങനെ വീടിൻ്റെ പുറകിൽ ഇങ്ങനെ പമ്മി നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ രാത്രി ഇവരെല്ലാം കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ ഈ പൂച്ച എന്ത് ചെയ്തു? എല്ലാവരും ഉറക്കം പിടിച്ചപ്പം ഈ 3 പൂച്ചകളും കൂടി ഈ അടുക്കളയിലേക്ക് ഈ കറിക്കലത്തിന് പുറത്തേക്ക് ചാടി. അപ്പോൾ ഭയങ്കര ശബ്ദം കിട്ടും. പാത്രമൊക്കെ തട്ടി വരുന്ന ശബ്ദം കിട്ടും. അപ്പം അമ്മൂമ്മ വിളക്ക് കത്തിച്ചോണ്ടിങ്ങനെ ഓടി അടുക്കളയിലേക്ക്. കാണാവോ? പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു വിഷയം, ഏത് വിഷയത്തിലാണ് നമുക്ക് മുൻതൂക്കം ലഭിക്കുന്നത് എന്ന് വെച്ചാൽ ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. നല്ല നർത്തകൻ ആയി മാറുന്ന വ്യക്തികൾ കണക്കിന്റെ കാര്യത്തിൽ ഒന്നാമതെത്തും. എല്ലാ പിള്ളേർക്കും 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ കണക്കിനാണ് പാട്. പക്ഷേ ഡാൻസ് ശരിക്കും പ്രാക്ടീസ് ചെയ്ത കുട്ടികൾ കണക്കിൽ ഒന്നാമതെത്തും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും നൃത്തപഠന ക്ലാസ്സുകളിൽ പോയി നിങ്ങൾ തീർച്ചയായും നൃത്തം പഠിക്കുക. നമുക്ക് നൃത്തം പഠിക്കുന്നതിന് ഇത്ര വയസ്സൊന്നുമില്ല. 60 വയസ്സ് കഴിഞ്ഞ് നൃത്തം പഠിച്ച് അരങ്ങേറിയ നിരവധി ആൾക്കാരുണ്ട്. ചെറുപ്പത്തിൽ മുതൽ നൃത്തം പഠിച്ചവരുമുണ്ട്. ഹലോ, ഇത് മഴയ്ക്കായി നടന്നു അഴകിനായി തണലിനായി ഒരു 100 തൈകൾ നിറഞ്ഞു നടന്നു. ഇത് പ്രാണവായുവിനായി നടന്നു. ഇത് മഴയ്ക്കായി തൊഴുതു നടന്നു അഴകിനായി തണലിനായി
കഷ്ടപ്പാടിൻ്റെ ഒരാഴ്ച അല്ല, അതിന് മുമ്പേ ഞങ്ങൾ തുടങ്ങി കുട്ടികളെ ചേർത്ത്. ഇന്ന് ഈ കാലഘട്ടങ്ങളിലല്ല പിള്ളേരുടെ മൊബൈലിൽ നോക്കിയിരിക്കുന്ന സന്ദർഭമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മൊബൈൽ കണ്ട് മൊബൈൽ കൊടുക്കാത്തതുകൊണ്ട് ഒരു കുട്ടി 2ാം നിലയുടെ മൂള കയറി നിന്ന് ഭീഷണി കൊടുക്കുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് എത്ര പേരെ മുഴുവൻ നടത്തിക്കൊണ്ടാണ് ആ കുട്ടിയെ ഒന്ന് താഴെ ഇറക്കി എന്ന് നമ്മൾ വിചാരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കലാവാസനകൾ നമ്മുടെ നാട്ടിലെ അഭിമാനമായി തീരാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ കലയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ കണ്ടെത്തി ഇതിലോട്ട് ശ്രദ്ധ തിരിക്കുകയും നമ്മുടെ കുടുംബത്തിനും അതുപോലെ ഈ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ പാട്ട് പാടുന്ന ആളാണ്. എങ്കിൽ പോലും എന്നെ ഒന്നും പരിപോഷിപ്പിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കഠിന പ്രയത്നം കൊണ്ട് പാട്ട് മാത്രം കളയാതെ കാത്തു സൂക്ഷിച്ച് അതുപോലെ ഭക്ഷണം നിയന്ത്രിച്ച് ഇപ്പോഴും ദൈവത്തിൻ്റെ അനുകൊണ്ട് വലിയോട് പോയില്ലാതെ പാടുമെന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എല്ലാ കലാകാരന്മാരും നമ്മൾ ഈ പിള്ളേരുടെ കഴിവുകളെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഈ കലയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ നാട്ടുകാരും നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തകരും മെമ്പർമാരും പ്രസിഡന്റുമാരും എല്ലാം ഒത്തൊരുമിച്ച് നമ്മളെല്ലാവരും ഇത് കണ്ടെത്തി നന്മയുടെ ചെറിയ പ്രവർത്തനമായിട്ട് തുടങ്ങി. പക്ഷേ ഇത്രത്തോളം എത്തുമെന്ന് വിചാരിച്ചില്ല. എങ്കിൽ പോലും എല്ലാവരും ഒപ്പം നിന്നുകൊണ്ട് നമുക്കിതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ കലാകാരന്മാരെ എല്ലാം വളർത്തിയെടുത്തുകൊണ്ട് നമുക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ